റോയ്ചായ നെല്ല് സംഭരണത്തിന്റെ പ്രതിസന്ധികൾ ചർച്ച ചെയ്യാനുള്ള യോഗം 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി. എന്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി എപ്പോഴും ഇങ്ങനെ പ്രകോപിതനായി പെരുമാറുന്നത്? അല്ല, പിണറായി അങ്ങനെയൊക്കെയാണെന്നൊരു ധാരണ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ 2 ഉദാഹരണം പറയാം. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു. ഞാനന്ന് ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പം അന്നൊക്കെ സാധാരണ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്താണ് പലപ്പോഴും പത്രസമ്മേളനങ്ങളൊക്കെ നടന്നത്. അധികം പേരില്ല, 10-20 പേരൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ അന്ന് ഈ കോൺഗ്രസ് രാഷ്ട്രീയം ഇങ്ങനെ വളരെ രൂക്ഷമായി നിൽക്കുന്ന സമയമാണ്. ഉമ്മൻചാണ്ടി കരുണാകരനുമായി തെറ്റിപ്പിരിഞ്ഞ് 94 ആദ്യം രാജിവെക്കുന്നു. അപ്പം അങ്ങനെ ഗ്രൂപ്പ് വഴക്കിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ്. അപ്പം അന്ന് കാരണമായി പറഞ്ഞിരുന്നത് ഡോക്ടർ എം എ കുട്ടപ്പൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഉമ്മൻചാണ്ടിയുടെ രാജിയിലേക്ക് കലാശിച്ചത്. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ അന്ന് എ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിട്ട് KP വിശ്വനാഥൻ എന്ന് പറയുന്ന തൃശ്ശൂരിൽ നിന്നുള്ള നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരുന്നു, വനവകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം രാജി വാങ്ങിച്ചിട്ട് രാജി സ്വീകരിക്കാതെ കരുണാകരൻ ഇങ്ങനെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ പത്രക്കാർ അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് എക്സ്പ്രസ് എന്ന തൃശ്ശൂരിൽ എന്ന് പറയുന്ന പത്രത്തിൻ്റെ റിപ്പോർട്ടർ തിരുവനന്തപുരത്ത് ചന്ദ്രൻ എന്ന് പറയുന്നത്, ചന്ദ്രൻ ചേട്ടൻ ഈ ഒരു ചോദ്യം ചോദിച്ചു. CMA 2 മന്ത്രിമാരിപ്പോൾ രാജിവെച്ച് കഴിഞ്ഞു, ഒരാളുടെ രാജി അങ്ങ് പോക്കറ്റ് ഇട്ട് നടക്കുകയാണല്ലോ, ഇതൊക്കെ കണ്ടിട്ട് അങ്ങേക്ക് എന്താ തോന്നുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കരുണാകരൻ സ്വസിദ്ധമായ രീതിയിൽ കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞ്, കണ്ണപ്പ ഒരു ഉള്ളി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പുള്ളി അപ്പോൾ എല്ലാവരും അങ്ങ് ചിരിച്ചു. എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു, എന്നാൽ ഞാൻ എന്താ കരയണോ എന്നുള്ള പറഞ്ഞില്ല. അതാണ് കരുണാകരനൊരു മെസ്സേജ് കൊടുക്കാനായിട്ട് കരുണാകരൻ ശ്രമിക്കുകയും ആ ഇഷ്യൂസിനെ വളരെ പെട്ടെന്ന് വളരെ ഭംഗിയായിട്ട് അത് ഡീൽ ചെയ്ത് പോവുകയും ചെയ്തു. പണ്ടൊരിക്കലും അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായത് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഈ മലയാള മനോരമയുടെ തിരുവനന്തപുരം എഡിഷൻ 1987 ഈ തിരുവനന്തപുരം എഡിഷൻ വരുന്നത്. ആ സമയത്ത് അന്ന് ഈ ഫാസിമിലി എഡീഷനാണ്, അതായത് കോട്ടയത്തു നിന്ന് പേജ് അടക്കം എല്ലാം വരികയൊക്കെ ചെയ്യുന്ന ആധുനിക അച്ചടി സമ്പ്രദായമൊക്കെയാണ് വന്നത്. ആ സമയത്ത് ഇവിടെ CITUകാരുടെ ഒരു സമരമൊക്കെ ഉണ്ടായിരുന്നു. ഈ കമ്പ്യൂട്ടറൈസേഷൻ നടക്കുകയും തൊഴിലാളികൾ, അതായത് പേപ്പർ കെട്ടുകളായി വരുന്ന ആ ഒരു ആധുനിക പ്രിൻറ്റിങ് സംവിധാനമായിരുന്നു മനോരമ അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് അവിടെ കുറച്ച് ദിവസം സമരമൊക്കെ CITUകാർ സമരമൊക്കെ ഉണ്ടായി, ഈ തൊഴിൽ നഷ്ടപ്പെടുന്നു കമ്പ്യൂട്ടറൈസേഷനെതിരായിട്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 92 മറ്റോ ദേശാഭിമാനിയുടെ തിരുവനന്തപുരം എഡിഷൻ വരുന്നു. തിരുവനന്തപുരം എഡിഷൻ വരുന്ന സമയത്ത് അവിടെ പുതിയ ബിൽഡിങ്ങും ഒക്കെ വന്ന് ഇത് വരുന്ന സമയത്ത് അന്ന് മഞ്ഞാണിക്കുളം റോഡിലാണ്. അപ്പോൾ അവിടെയും ഈ ആധുനിക പ്രിൻറ്റിങ് മെഷീനും ഒക്കെയാണ്. അപ്പോൾ EMSൻ്റെ ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു. EMSൻ്റെ പത്രസമ്മേളനം വിളിച്ച് അപ്പോൾ മനോരമയെന്ന് ചുമാർ സാറും വേറെ 2-3 റിപ്പോർട്ടർമാരും ബാക്കിയല്ല EMSൻ്റെ പത്രസമ്മേളനമാണ് എല്ലാവരും വന്ന് കയറിയിട്ടുണ്ട്. അപ്പം ഈ EMS എന്തോ ദേശാഭിമാനിയുടെ പുതിയ യൂണിറ്റ് തുടങ്ങിയതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇങ്ങനെ പത്രക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, EMA ഈ മനോരമ കമ്പ്യൂട്ടറൈസേഷൻ നടത്തുന്നതിനെതിരായിട്ട് സമരമൊക്കെ CITU നടത്തിയല്ലോ. അപ്പോൾ EMS ഒരു സെക്കൻഡ് മിണ്ടായിരുന്നു. വളരെ പ്രകോപനപരമായ ചോദ്യമാണ്. അതായത് മനോരമ കമ്പ്യൂട്ടറൈസേഷൻ നടത്തിയപ്പോൾ എതിർക്കുകയും സമരം നടത്തുകയൊക്കെ ചെയ്തവർ 3-4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അതേപോലെ തന്നെ ആ മനോരമയുടെ പ്രിൻറ്റിംഗ് യൂണിറ്റിനോട് കടമടിക്കുന്ന തരത്തിലുള്ള പ്രിൻറ്റിംഗ് യൂണിറ്റ് കൊണ്ടുവന്ന് നടത്തുന്നു. ഇപ്പോൾ EMS ഒരു 2 സെക്കൻഡ് നേരം മിണ്ടായിരുന്നുണ്ട്, ചിരിച്ചിട്ട് പറഞ്ഞു, മനോരമ എന്നാണല്ലേ എന്ന് പറഞ്ഞ ആ ഇഷ്യൂവിനെ അദ്ദേഹം അങ്ങ് ഡൈല്യൂട്ട് ചെയ്ത് എല്ലാവരും ചിരിക്കുകയും ചെയ്തു. എന്താണ് മനോരമക്കാർ ഈ ചോദ്യം ചോദിക്കുമെന്ന് EMSന് അറിയാവുന്നതുകൊണ്ട് EMS അതിനെ ആരെയും പരിഹസിക്കുകയോ ആരെയും പ്രകോപിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ തന്മയത്വത്തോടുകൂടിയാണ് EMSന് പോലെ ഒരാൾ അത് ഡീൽ ചെയ്ത്. അപ്പോൾ ഈ വളരെ പരിണതപ്രജ്ഞരായ രാഷ്ട്രീയക്കാർ എങ്ങനെയാണ് വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോഴൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് നമ്മൾ കാണേണ്ടതും കേൾക്കേണ്ടതുമാണ്. പക്ഷേ എപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ പെട്ടെന്ന് ചില ഇഷ്യൂസിനോട് വളരെ പെട്ടെന്ന് പ്രതികരിക്കുകയും വരട്ടുകയും ഒക്കെ ചെയ്യും. നമ്മൾ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് നമ്മൾ കണ്ട പല സംഭവങ്ങളും. പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ഈ ലൈൻ തന്നെയായിരുന്നു. അപ്പോൾ എന്നാലും പക്ഷേ പാർട്ടി സെക്രട്ടറി അല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ആൾക്കാർ നമ്മുടെ ഭരണത്തിൻ്റെയും നമ്മുടെ നേതൃത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ആൾക്കാർ വളരെ ബഹുമാനത്തോട് വേണ്ടത് അത് ഏത് പാർട്ടി ആയാലും. അപ്പോൾ ആജ്ഞാശക്തിയുള്ളൊരു നേതാവൊക്കെയാണ് പിണറായി വിജയനെങ്കിലും ചില കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് പ്രകോപനം കൂടുകയും ആൾക്കാർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ബിഹേവിയറാണ് ഉണ്ടാകുന്നത്. നമ്മൾ കണ്ടതല്ലേ, ഒരു ആങ്കർ പറഞ്ഞു ഇനി മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്തോ 2 വരി പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു വേണ്ടാത്തൊന്നും പറയണ്ട,
എന്ന് പറഞ്ഞ് വിരട്ടുന്നു. മൈക്കിനോട് പ്രകോപിതനാകുന്നു. പിന്നെ ഈ അന്ന് മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് പത്രക്കാരോട് കണക്ക് പുറത്തെന്ന് പറയുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു പിണറായിയുടെ ചില ഒരു എടുത്തടിച്ച പോലുള്ള സ്വഭാവങ്ങൾ പലപ്പോഴും പാർട്ടിക്കാർക്കോ തന്നെ അല്ലാതെ തന്നെ ഒരു ബുദ്ധിമുട്ട് പോലും തോന്നാറുണ്ട്. ഇപ്പം ഇന്ന് തന്നെ ഈ കൃഷി സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട എറണാകുളത്ത് വിളിച്ചു ചേർന്ന മീറ്റിങ്ങിനകത്ത് മുഖ്യമന്ത്രി കയറി വരുന്നു. മുഖ്യമന്ത്രി മില്ലുടമകളില്ല എന്ന്, അതായത് നെല്ല് സംഭരിക്കേണ്ടത് മില്ലുടമകളില്ല എന്ന് ബോധ്യമായപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പ്രകോപിതനായിട്ട് ഇറങ്ങിപ്പോകുന്നു. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം കാണുമായിരിക്കാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ സഡനായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ മറ്റുള്ളവരെ ഒക്കെ ഇരിക്കുക, പുള്ളി വളരെ ഹാർഷായിട്ട് ഇറങ്ങി പോകുന്നു. അപ്പോൾ ഇത് ആൾക്കാരെങ്ങനെ ഇതിനോട് പ്രതികരിക്കുമെന്നുള്ളത് പ്രതികരിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ആൾക്കാർ ഇത് പ്രതീക്ഷിക്കുന്നില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മുഖ്യമന്ത്രിയെ ആൾക്കാർ വളരെ വ്യത്യസ്തമായിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിമാരെയൊക്കെ കണ്ട്. എല്ലാവരും ഈ കാലഘട്ടങ്ങളിൽ ഇരുന്ന EMS മുതൽ നമ്മൾ കണ്ടിട്ടുള്ള ഉമ്മൻചാണ്ടി വരെ ഏറ്റവും പിന്നെ മീഡിയയോടായാലും പൊതുജനങ്ങളോടായാലും തമാശ രൂപത്തിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു നായനാരോട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും നായനാരോട് ഭയങ്കരമായ സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മൾ പത്രസമ്മേളനത്തിലൊക്കെ പോയി ചോദിക്കുമ്പോഴേ പുള്ളി നീ ഏതാണ് കടലാസ്, പെട്ടെന്ന് നമ്മളൊന്ന് പകച്ചു പോകും. നമുക്കിപ്പോൾ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ചോദ്യമായിട്ട് തോന്നുമെങ്കിൽ പോലും പ്രായമുള്ള ഒരാൾ അതേ ചിരിച്ചുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കൊരു തിരിച്ചൊരു മറുപടി അങ്ങനെ പിന്നെ പറയാനോ നമ്മളെന്തെങ്കിലും പ്രകോപനപരമായ ചോദ്യം ചോദിച്ചാലോ അതൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുഖ്യമന്ത്രി എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വളരെ വ്യത്യസ്തമായ ഒരു സമീപനമാണ്. ആരോടാണെങ്കിലും പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് നമ്മൾ കണ്ടതാണ് എടോ ഗോപാലകൃഷ്ണ, കൃഷ്ണജീവി, പരനാറി, ഈ തരത്തിൽ മുഖ്യമന്ത്രിയുടെ മുൻകാലം അതായത് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ ലെവലിലും പെരുമാറുന്ന കണ്ടിട്ടുണ്ട്. ഒരു കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ്, വളരെ ഇരുത്തം വന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ ദീർഘകാലം അസംബ്ലിയിലും ഒക്കെ ഇരുന്ന നല്ല കഴിവുള്ള എന്നത് തെളിയിച്ച ചില കാര്യങ്ങളിൽ പിണറായി വിജയനോട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ലെവലിലുള്ള ആറ്റിറ്റ്യൂഡും പിണറായി വിജയനുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ തരത്തിലുള്ള സമീപനങ്ങൾ, പെരുമാറ്റങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് അലോസരം ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ ഒരു നേതാവിൽ നിന്ന്, ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് മിക്കപ്പോഴും ഉണ്ടാവുന്നത്. പിണറായി ശൈലിയിൽ പെട്ടെന്ന് ആൾക്കാർക്കൊരു ഇത് തോന്നാൻ കാരണം എന്തെങ്കിലും എതിരഭിപ്രായമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞെട്ടൽ തോന്നുന്നത് ഇതിന് തൊട്ടു മുമ്പ് ഇരുന്നത് ഉമ്മൻചാണ്ടി ആയിരുന്നതും കൊണ്ട് തന്നെയാണ്. അത്രത്തോളം ജനകീയനായിരുന്നു, വളരെ സൗഹൃദത്തോടെ എല്ലാവരോടത്തും ഇടപെടുകയും ചെയ്തിരുന്നതാണ്. അതിൽ നിന്ന് പെട്ടെന്ന് ഈ ശൈലിയിലേക്ക് വന്നപ്പോഴാണ് ആൾക്കാർക്കൊരു ബുദ്ധിമുട്ട് അതിൽ ഫീൽ ചെയ്യുന്നത്. അതൊരു പക്ഷേ കേരളം കണ്ട് ശീലിച്ചിട്ടില്ലാത്തൊരു മാർഗ്ഗം. ഞാനതാ പറഞ്ഞത്, നമ്മൾ എൻ്റെയൊക്കെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടുള്ള മുഖ്യമന്ത്രിമാരെന്ന് പറഞ്ഞാൽ കെ കരുണാകരൻ, അച്യുതാനന്ദൻ, പിന്നെ PK വാസുദേവൻ നായരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ ഉമ്മൻചാണ്ടി, AK ആൻ്റണി ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാരുടെ മുഖ്യമന്ത്രിമാരുടെ ഒരു ശൈലി കേരളത്തിലെ ആൾക്കാർ ആക്സെപ്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ ആൾക്കാരോടും മാധ്യമങ്ങളോടും ഒക്കെ വളരെ സൗമ്യമായ രീതിയിലും എല്ലാം എത്രയൊക്കെ പ്രകോപനം ഉണ്ടായാലും അവർ മാക്സിമം. ആൻ്റണിയൊക്കെ ആണെങ്കിൽ ആകെ പല്ല് ഞെറുമ്പൊക്കെ ചെയ്തല്ലാതെ വേറെ കരുണാകരൻ ഒരിക്കൽ പോലും കരുണാകരൻ പൊതു മണ്ഡലത്തിൽ അല്ലെങ്കിൽ പൊതു സമീപനത്തിൽ ആൾക്കാരോട് ചൂടാവുകയോ ഒന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല. വളരെ പിണറായിയെ പോലെ തന്നെ വളരെ നിശ്ചയദാർഢ്യമുള്ള വളരെ ഷാർപ്പായിട്ടുള്ള മുഖ്യമന്ത്രിയൊക്കെ ആണെങ്കിൽ പോലും അങ്ങനൊന്നും പൊതുമണ്ഡലത്തിൽ കരുണാകരൻ ഒരിക്കലും ഓപ്പണായിട്ട് ആരോടും മോശമായോ ചൂടായിട്ടോ ഒന്നും അത് വളരെ ടാക്ട്ഫുള്ളായിട്ട് ഡീൽ ചെയ്തു പോകുന്ന കണ്ടുപഠിക്കേണ്ട ഒരു പെരുമാറ്റ ശൈലിയാണ്, കണ്ടുപഠിക്കേണ്ട ഒരു നേതൃശൈലിയാണ്. എല്ലാം അങ്ങനെ വളരെ വ്യത്യാസം. ഉമ്മൻചാണ്ടി ആണെങ്കിൽ വളരെ സൗമ്യമായ രീതിയിൽ ആൾക്കാരോട് ഡീൽ ചെയ്യും. ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ തലയ്ക്ക് സുഖമില്ലാത്ത ഒരാൾ കയറി ഇരുന്നത് പോലും അതിനൊക്കെ തന്നെ ഉമ്മൻചാണ്ടി പോലീസിനെയൊക്കെ ഇടപെടുത്ത് അത് തന്നെ അതിനെ ഡീൽ ചെയ്ത് വളരെ സൗമ്യമായ രീതിയിൽ ഡീൽ ചെയ്ത് വിടുന്ന കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ കണ്ട ഒരു ശീലിച്ച അല്ലെങ്കിൽ കണ്ട് ശീലിച്ച ഒരു പെരുമാറ്റമുള്ള നേതാക്കന്മാരുടെ ഇടത്തിലേക്കാണ് പിണറായിയുടെ ഇത്തരം സമീപനങ്ങൾ വരുമ്പോൾ ആൾക്കാർക്ക് അതൊരു ചെടിക്കുന്നതായിട്ട് തോന്നുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് പിണറായി ആൾക്കാരെപ്പോഴും പലപ്പോഴും സഹപ്രവർത്തകരായാലും എല്ലാം ഇങ്ങനെ ഒരു ഭയത്തോടു കൂടി മാറി നിന്ന് നോക്കുകയൊക്കെ ചെയ്യുന്ന, ഏത് തരത്തിൽ എപ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് ആൾക്കാർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളൊരു ഉത്കണ്ഠയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പെരുമാറ്റം ഉണ്ടാകുമ്പോൾ
പലപ്പോഴും ആൾക്കാർ അല്ലെങ്കിൽ മന്ത്രിമാരായാലും ഉദ്യോഗസ്ഥന്മാരായാലും അവർക്കൊരു ഭയം തോന്നാറുണ്ട്. എടുത്തടിച്ച പോലുള്ളൊരു പെരുമാറ്റമാണ്. അത് ശരിയാണോ അല്ലെങ്കിൽ ഇത് തിരുത്തപ്പെടേണ്ടതാണോ എന്നൊക്കെയുള്ള സ്വയം തീരുമാനിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പാർട്ടി ഇടപെട്ടിട്ടാണ് ഇതൊക്കെ അദ്ദേഹത്തെ പോലെ ഒരാളെ തിരുത്താൻ പാർട്ടിയിൽ ആർക്കും ധൈര്യം ഉണ്ടാകത്തുമില്ല, മന്ത്രിമാർക്കും ആർക്കും അതിനുള്ള ധൈര്യം ഉണ്ടാകത്തില്ല, ഉദ്യോഗസ്ഥന്മാർക്കോ അങ്ങനെ പിന്നെ പറയാനോ ഒക്കെ ഉള്ള ഒരു ഭയം കാണുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം പുള്ളി ഈ ശൈലിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തിരുത്തപ്പെടേണ്ടതാണെന്ന് നാട്ടുകാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്താൻ തയ്യാറാവാറില്ല പലപ്പോഴും. അങ്ങനെ വളരെ ഷാർപ്പായിട്ടാണ് ചില കാര്യങ്ങൾ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കേരളത്തിലെ സാധാരണക്കാരായ ആൾക്കാർ എങ്ങനെ സ്വീകരിക്കുന്നു? ഒരു നേതാവിൻ്റെ ഒരു ശൈലി ഇതാണോ? പുതിയ കാലത്ത് ആൾക്കാർ ഇതൊക്കെ ടോളറേറ്റ് ചെയ്യുമോ, സഹിക്കുമോ എന്നൊക്കെ ഉള്ളത് കാലം വിലയിരുത്തേണ്ടതാണ്. ഇതൊക്കെ എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ശൈലിയാണെന്ന് ചിലരൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ 2-3 പേര്, അച്യുതാനന്ദനായാലും നായനാരായാലും EMS ആയാലും ഒക്കെ ഏറ്റവും സൗമ്യമായ രീതിയിൽ ആൾക്കാരോട് പെരുമാറി കണ്ടിട്ടുള്ളൂ. ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞതിന് ശേഷം കണ്ടിട്ടുള്ള ഒരാളാണ് അച്യുതമേനോൻ. നമ്മൾ പറയത്തില്ലേ തങ്കപ്പെട്ട മനുഷ്യൻ എന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ള ഒരാളാണ്. എത്ര സൗമ്യമായിട്ടാണ് അദ്ദേഹം പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്. PK വാസുദേവൻ ജെം ഓഫ് എ പേഴ്സൺ എന്നൊക്കെ പറയേണ്ട ഒരാളാണ്. അങ്ങനെയൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നമുക്കിടയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് പിണറായി വിജയൻ വ്യത്യസ്തനായി നിൽക്കുന്നത്. പിണറായി വിജയൻ്റെ പെരുമാറ്റം കൊണ്ടും പെരുമാറ്റ ശൈലി കൊണ്ടും ഒക്കെ തന്നെയാണ് പിണറായി വിജയൻ വ്യത്യസ്തമായി നിൽക്കുന്നത്.